എടാ നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കും. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കൂടാ? എൻ്റെ ജോലിയുടെ കാര്യമല്ലേ. എടാ ഇത് ഏറ്റിരിക്കുന്നത് നമ്മുടെ പ്രതിഭണ്ണ. നീ നോക്കിക്കോ, ഒരു 5 മിനിറ്റിനുള്ളിൽ അവരെ വിളിച്ച പ്രതിഭണ്ണ ഇത് സെറ്റ് ചെയ്തിരിക്കും. നീ വന്നേ. കൂടുതൽ അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നും വേണ്ട. ആ കാലഘട്ടമൊക്കെ പണ്ട് അതൊന്നും ഇവിടെ നടക്കത്തില്ല. ലീവ് എടുത്തു. പിന്നെ തൊഴിലാളികൾ ലീവ് എടുക്കണ്ട, അവർക്കും ജീവിതത്തിൽ ഒരേ ആവശ്യങ്ങളില്ലേ. ബോബിച്ചേട്ടൻ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. തിങ്കളാഴ്ച മുതൽ അവൻ ജോലിക്ക് കയറും. അവരെ ജോലിക്ക് കയറ്റിയില്ലെങ്കിൽ തൊഴിൽ നിഷേധിച്ചാൽ ബാക്കിയുള്ള എന്താണെന്ന് പ്രദീപ് കാണിച്ചു തരാം. എന്താണ് ഞാനെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ജോലിക്ക് കയറി. ഇപ്പോഴാണ് സമാധാനമായത്. ഈ സന്തോഷത്തിലേ നമുക്കൊരു അര മേടിച്ചാൽ. നീ ഒരു തൊഴിലാളിയാണോടാ? നാണം ഉണ്ടോടാ നിനക്ക് ഈ ബൂർഷ വെള്ളം കുടിക്കാൻ? ബൂർഷ വെള്ളമാ? എടാ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ വലിയ വലിയ കുത്തക മുതലാളിമാരാ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റിയത് നല്ല ചെത്തുകൾ. ചെത്തുകളെങ്കിൽ ചെത്തുകൾ. ഏതാ നമുക്ക് നേരെ മിത്രന്റെ ഷാപ്പ് പിടിക്കാം. എന്നാൽ അതിനേക്കാളും നല്ല നമ്മുടെ പൊടിയാണെന്ന ഷാപ്പാണ്. അവിടെ ആകുമ്പോൾ നല്ല സ്വയംഭൻ അന്തികൾ. എടാ മിത്രന്റെ ഷാപ്പിൽ പോണതേ കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമല്ല. എടാ അവിടെ ചെന്നാലേ നമ്മുടെ ശിവൻകുട്ടി അണന്റെ തലക്കറി കഴിക്കടാ. നീ ശിവൻകുട്ടി അണന്റെ തലക്കറി കഴിച്ചിട്ടുണ്ടാ? എടാ നീ അതൊന്ന് കഴിച്ചു നോക്കണം. നമ്മുടെ ഉച്ചയുടെ പേം പറക്കൂടാ. ശിവൻകുട്ടി അണ്ണ തലക്കറി ഒന്ന് പിടിക്കണമല്ലോ. അതാണ് മിക്കവാറും തലക്കറി കഴിച്ചത്. അതെന്നാടാ? അപ്പൊ അണ്ണനൊന്നും അറിഞ്ഞില്ല? ഇല്ല. ആ കൊള്ളാം. എൻ്റെ അണ്ണ ഈ കഴിഞ്ഞ ദിവസം ഷാപ്പിൽ കിടന്ന് ഈ മിത്രാണ് ശിവൻകുട്ടിയാണ് കൂടെ പൊരിഞ്ഞടിയായിരുന്നു. അവസാനം ശിവൻകുട്ടി അണ്ണ ഷാപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നാ പറയുന്നത്. അത് ശരി. അപ്പൊ ഈ മിത്രനും ബൂർഷയല്ലേ? ഇത് നമുക്കൊന്ന് ചോദിക്കണ്ടടാ. പിന്നെ വേണ്ടേ? വന്നേ. ശിവൻകുട്ടിയുണ്ടോ? ശിവൻകുട്ടി അണ്ണാ. പ്രദീപോ എന്നാടാ? അണ്ണനിങ്ങ് വന്നേ. എന്നാടാ? അണ്ണനിങ്ങ് വരേ. കാര്യമുണ്ടെങ്കിൽ വന്നാണ് അണ്ണ വന്ന്. എന്താണ് അണ്ണാ അണ്ണ ഇന്നലെ ഷാപ്പിൽ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു അണ്ണാ? എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് കേട്ടു. അതോ? അതങ്ങ് വിട്ടേക്കട പറ്റും. എങ്ങനെ വിടാൻ പറ്റുമോ അണ്ണാ? അണ്ണാ ഈ ഏരിയയിലെ കൺവീനർ ഞാനാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അണ്ണാ കാര്യം പറയാം. നിനക്കറിയാമല്ലോ, 7-8 വർഷമായിട്ട് ഞാൻ ആ ഷാപ്പിലെ കറിക്കാരനല്ലേ. ഇന്ന് ഒരു ചീത്തപ്പരി ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോ? എടാ അടുക്കി പിടിച്ചെന്ന് പറഞ്ഞുള്ള നിസ്സാര പ്രശ്നത്തിനായി ഈ പുകുലെല്ലാം നടന്നത്. എടാ അവൻ്റെ തന്തയുടെ പ്രായമില്ല എനിക്ക്. പിന്നെ അവൻ എന്നോട് ചെയ്യിക്കാവോ? അവൻ എന്നെ പിടിച്ച് തള്ളി. അണ്ണനെ പിടിച്ച് തള്ളി? അതെന്നെ. പിന്നെ ഞാനും തള്ളി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവായി പെടലേക്ക് ഇവിടുത്തെ വായി ആകെപ്പാടെ വലിയ പ്രശ്നമായി. എടാ അവസാനം അവൻ എന്നോട് പറയുക അവൻ്റെ ഷാപ്പ് ജോലി ചെയ്യിക്കണമെന്ന്. ഞാൻ ഇറങ്ങിഞ്ഞ് പോന്നു. ഈ പുല്ല് വേണ്ടെന്ന് ഞാനും പറഞ്ഞു. എനിക്കില്ലല്ലോ അഭിമാനം. പിന്നെ അഭിമാനം വിട്ട് ഒരു കാര്യത്തിൽ ഞാനില്ല. പോക്കരത്തിലല്ല അവൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിത്രം എന്ന് പറഞ്ഞ പുല്ലിനെ അറിയാമോ? പണ്ടൊരു പൂച്ചക്കാളി പോലും കയറാൻ കിടന്നൊരു ഷാപ്പാണ്. അണ്ണൻ അവിടെ തലക്കറി വെക്കാൻ ജോലിക്ക് എന്ന് ചെന്നോ അന്ന് തുടങ്ങി ആ ഷാപ്പ് കയറി ക്ലിക്കായി. അങ്ങനെ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പം 10 പൈസ വന്നാൽ പെട്ടി കയറിയപ്പോൾ അവന് അണ്ണനെ കാണുന്ന ഭയങ്കര പുണ്യം. ഒരു ബൂർഷാസികളെ വളർത്താൻ തൊഴിലാളികൾ അനുവദിക്കലാണെങ്കിൽ ചീള് കേസാ അതങ്ങ് വിട്ടു. അണ്ണൻ്റെ തൊഴിൽ നിഷേധിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അണ്ണങ്ങി വന്നേ. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നടപടിക്ക് ഞാൻ കൂട്ടില്ല. എന്താടാ? ഒരു കാര്യം പറയണ്ട, പുറത്തോട്ട് പറഞ്ഞോടാ, എനിക്ക് തിരക്കാം. ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം വന്ന്. എന്താടാ? എന്താടാ? എന്താ ഒരുത്തന്റെ തൊഴിൽ നിഷേധിക്കുന്നോ? നീ എന്ത് പ്രാന്താടാ ഈ പറയുന്നത്? ഭ്രാന്തേ പറയാമെന്നല്ല, ഞങ്ങൾ കാണിക്കാൻ വന്ന. കൊടുക്കട്ടെ വന്ന്. ഇവിടെ കറി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പം പുളി കൂടിയെന്നിരിക്കും, എരിവ് കൂടിയെന്നിരിക്കും, ചിലപ്പോൾ അടിയിൽ പിടിച്ചെന്നിരിക്കും. ഇവിടെ ഷെഫുള്ളവരെ വെച്ചാൽ ചിലപ്പോൾ അറിയാതെ അബദ്ധത്തിലൊക്കെ അടിയിൽ പിടിച്ചെന്നിരിക്കും. അതിന് ഒരുത്തന്നെ തൊഴിൽ നിഷേധിക്കാണോ ഞാൻ ചെയ്യുന്നത്? പാവത്തിലാവട്ടെ, പാവത്തിക്ക് കറി അടുക്കി പിടിച്ചിരുന്ന് ഞാൻ ക്ഷമിച്ചാണ്. അപ്പൊ കറിയല്ലേ അടുക്കി പിടിച്ചത്? അല്ല, പിന്നെ കറിക്കാരുടെ. എടാ നാറി, കള്ളക്കളോ പരിപാടിയോടാ കാണിച്ചു. അന്നേരം ഞാൻ പറഞ്ഞാണോ